നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ഗാൽവേക്ക് 60 മില്യൺ യൂറോ. പുതിയ റോഡ് പദ്ധതിയിൽ ഗാൽവേ കൌണ്ടിക്ക് 60 മില്യൺ യൂറോയുടെ സഹായം. ഗാൽവേ സിറ്റിയിലെയും കൌണ്ടിയിലെയും റോഡുകളുടെ നവീകരണത്തിനും പുതിയ പദ്ധതികൾക്കും വേണ്ടിയാണ് പണം. മലയാളി നഴ്സ് അന്തരിച്ചു. വടക്കൻ അയർലൻഡിൽ താമസിച്ചിരുന്ന മലയാളി നഴ്സ് അന്തരിച്ചു. 37-കാരനായ കൃഷ്ണകുമാറാണ് അന്തരിച്ചത്. പുതിയ സേവിംഗ് സ്കീം അംഗീകരിക്കും. അയർലൻഡിലെ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്കായി പുതിയ സേവിംഗ് സ്കീം ഉടൻ അംഗീകരിക്കും. ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസാണ് ഇക്കാര്യം അറിയിച്ചത്. ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസിനെയും കുടുംബത്തെയും കൊലപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കിയ സംഭവത്തിൽ പ്രതിക്ക് തടവ് ശിക്ഷ. 48-കാരനായ പാട്രിക് ഗ്രീലിഷിനാണ് തടവ് ശിക്ഷ വിധിച്ചത്. വിക്ലോയിൽ യുവതികളുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട തിരച്ചിൽ 3-ാം ദിവസവും തുടരുന്നു. കോറി പരിസരത്താണ് തിരച്ചിൽ. കൌണ്ടി അർമാഗിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം. നിരവധി വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബെസ്ബ്രൂക്കിലെ സെന്റ് പോൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഫിൻഗ്ലാസിൽ വാഹനാപകടത്തിൽ കൌമാരക്കാരന് ഗുരുതര പരിക്ക്. 16-കാരനാണ് പരിക്കേറ്റത്. കിടക്കക്ഷാമം രൂക്ഷം. അയർലൻഡിൽ ആശുപത്രികളിൽ കിടക്ക ലഭിക്കാത്ത രോഗികളുടെ എണ്ണത്തിൽ വർധനവ്. കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പ്രകാരം 628 രോഗികളാണ് ട്രോളികളിൽ തുടരുന്നത്. നിരോധനം അടുത്ത ആഴ്ചയോടെ. പൊതുയിടങ്ങളിൽ സ്ക്രാംബ്ലർ ബൈക്കുകളുടെ നിരോധനം അടുത്ത ആഴ്ചയോടെ നടപ്പിലാക്കുമെന്ന് ഗതാഗത മന്ത്രി ദര ഗുബ്രിയാൻ. ഇതുമായി ബന്ധപ്പെട്ട കരട് ചട്ടങ്ങൾ അറ്റോർണി ജനറലിന്റെ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. വിമാനങ്ങൾ അയച്ച് അമേരിക്ക. മിഡിൽ ഈസ്റ്റിലേക്ക് 50 വിമാനങ്ങൾ അയച്ച് അമേരിക്ക. ഇറാനുമായുള്ള ആണവ ചർച്ചകൾക്കിടെയാണ് ട്രംപിന്റെ തിരക്കിട്ട നീക്കം. അയർലൻഡിന്റെ റോഡ് വികസനത്തിനായി വൻതുകയുടെ ധനസഹായം പ്രഖ്യാപിച്ച് ഗതാഗത മന്ത്രി. ദേശീയ പ്രാദേശിക റോഡുകളുടെ വികസനത്തിനായി 1.5 മില്യൺ യൂറോയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസ. അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്ത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള കൈമാറി. രജിസ്റ്റർ ചെയ്യില്ലെന്ന് RSS നിലപാടെടുത്താൽ അതിനെ നേരിടാൻ കോൺഗ്രസ് നിയമം കൊണ്ടുവരുമെന്ന് കർണാടക മന്ത്രി പ്രിയങ്ക് ഖാർഗെ. സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും RSS നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന പ്രസ്താവന അദ്ദേഹം ആവർത്തിച്ചു. 16 വയസ്സിൽ താഴെയുള്ളവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിരോധനം ഏർപ്പെടുത്താനുള്ള ആലോചനയിൽ സർക്കാർ. ചർച്ചകൾ ആരംഭിച്ചു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടി NIA. മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൊയ്തീൻകുട്ടിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് NIA അറസ്റ്റ് ചെയ്തത്. സ്വത്തുക്കൾ മരവിപ്പിച്ചു. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയ്ക്ക് തിരിച്ചടി. 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചു. കശ്മീർ ഫൈനലിൽ. 67 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രഞ്ജി ട്രോഫി ഫൈനലിലെത്തി ജമ്മു കശ്മീർ. ബംഗാളിനെ പരാജയപ്പെടുത്തിയാണ് നേട്ടം. ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയാക്കി. T20 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയാക്കി ദക്ഷിണാഫ്രിക്ക. ഗ്രൂപ്പ് ഡിയിലെ എല്ലാ മത്സരങ്ങളിലും ടീം വിജയിച്ചു. കാറ്റും മഴയും. അയർലൻഡിൽ ഇന്ന് അതിശക്തമായ കാറ്റും മഴയും. കൌണ്ടികളിൽ യെല്ലോ വാർണിംഗ്. കേരളത്തിൽ മഴ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.